അതിനകത്ത് നമ്മൾ ഇതേപോലെ ചിരട്ട ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പം അരി ചീത്തയാകത്തില്ല, കട്ടയൊന്നും പിടിക്കാതെ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഒരു ചിരട്ട ഇട്ട് കൊടുത്താൽ മതി. പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന ഇതേപോലത്തെ കുഴലുണ്ടെങ്കിൽ നമ്മൾ പല്ലിയും പാറ്റ ഒന്നും നക്കാതെ ഇതേപോലത്തെ കവറിനകത്ത് വയ്ക്കുക. നമ്മൾ പൈപ്പൊക്കെ മേടിക്കുമ്പോഴത്തേന് കിട്ടുന്ന കവറുകളുണ്ടാകില്ലോ നീളത്തിൽ, അപ്പോൾ ഇതേപോലെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പല്ലിയും പാറ്റ ഒന്നും നക്കാതെ സൂക്ഷിക്കാൻ പറ്റും. ഇനിയിപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. നമ്മൾ ഹെൽമെറ്റൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതേപോലെ നമ്മുടെ വിനാഗിരിയും കുറച്ച് വെള്ളവും എടുക്കുക. ഇപ്പോൾ ഗ്ലാസ് ക്ലീനർ ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സമാസമം, കാരണം വെള്ളം എത്ര ഒഴിക്കുന്നോ അത്രയും തന്നെ വിനാഗിരി ഒഴിച്ചിട്ട് നമുക്ക് സമാസമം ഇതേപോലെ ടിഷ്യൂ പേപ്പർ തൊട്ടിട്ട് ഹെൽമെറ്റൊക്കെ തുടച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ക്ലീനറൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അടുത്ത ടിപ്പിലോട്ട് കിടക്കുക. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഇതേപോലെ തോനെ മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ ഇതേപോലത്തെ കട്ടിയുള്ള പേപ്പർ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇട്ട് കൊടുക്കുക. നമ്മൾ സാധനമൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന പേപ്പർ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് ഇതേപോലെ ഉള്ളിയാണേലും അതേപോലെ സവാളയാണേലും ഇതേപോലെ നിരത്തി ഇട്ട് കൊടുത്താൽ നമുക്ക് എത്ര ദിവസം വേണേലും ചീത്തയാകാതിരിക്കും. അപ്പോൾ ഇതേപോലെ കാറ്റ് കയറുന്ന രീതിയിൽ നിരത്തി ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ സവാള ഇതേപോലത്തെ പേപ്പറിനകത്ത് നമ്മൾ ആ ഞെട്ട് ഭാഗം കുറച്ച് അരിഞ്ഞിട്ട് വെച്ച് ഒന്നുകൂടെ നല്ലതായിരിക്കും. എത്ര നാൾ വേണേലും നമുക്ക് കേടാകാതിരിക്കും. ഇതേപോലെ ആ മുകൾ ഭാഗം ഒന്ന് അരിഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ കട്ടിയുള്ള പേപ്പറിനകത്ത് നിരത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സവാളയും ഒരുപാട് നാൾ കേടാകാതെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കാണിക്കുന്നതിന് വേണ്ടി ഇത്രയും അരിഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലാതെ നമുക്ക് ഇതേപോലെ തന്നെ വെക്കുകയും ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ അരിഞ്ഞ് വെക്കുമ്പോഴത്തേന് കുറച്ചുകൂടെ കൂടുതൽ ദിവസം ഇരിക്കും. അതേപോലെ തന്നെ നമ്മൾ കിഴങ്ങ് ഉള്ളിയൊക്കെ ഇട്ട് വെക്കുമ്പോഴത്തേനും അതിൻ്റെ കൂട്ടത്തിൽ വെളുത്തുള്ളിയും കൂടെ ഇതേപോലെ ഇട്ട് വെച്ചാൽ നമുക്ക് കിഴങ്ങാണേലും ഉള്ളിയാണേലും പെട്ടെന്ന് ചീഞ്ഞു പോകത്തില്ല.